ഇന്നലെ സൂര്യയുടെ കറുപ്പ് സിനിമ കണ്ടപ്പോൾ പുഷ്പ ടൂവും കാന്താരയും പിന്നെ വിജയുടെ സിനിമയും ഇത് മൂന്നും കൂടെ ഒരുമിച്ച് കണ്ടൊരു ഫീലാണ് എനിക്ക് കിട്ടിയത്. കറുപ്പ് സിനിമ മെയ് 14 വ്യാഴാഴ്ച ഇറങ്ങിയിരുന്ന സിനിമയാണ്. പക്ഷെ എന്തൊക്കെയോ ഡിലേ വന്ന അവസാനം ഇറങ്ങിയത് മെയ് 15 വെള്ളിയാഴ്ചയായിരുന്നു. പടം ഇറങ്ങി രാവിലെ തൊട്ട് ഒരു പ്രതീക്ഷയില്ലാതെയാണ് ഇതിന്റെ റിവ്യൂസ് എടുത്ത് നോക്കിയത്. കാരണം സൂര്യയുടെ കഴിഞ്ഞ 5-10 കൊല്ലമായിട്ടുള്ള നല്ല പടങ്ങൾ വളരെ കമ്മിയായിട്ടാണ് തിയേറ്ററിൽ വരാറുള്ളത്. ഞാൻ ആരുടെ ഫാനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ആരുടെയും ഫാനാന്ന് പറയാൻ എനിക്കൊരു താല്പര്യമില്ല. പക്ഷെ സൂര്യയുടെ ഫാനാന്ന് പറയേണ്ടി വരും. കാരണം സൂര്യ ഗജനിയും വാർണവരൊക്കെ അഭിനയിക്കുമ്പോൾ നമ്മൾ കോളേജിലും സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയമാണ്. അപ്പോൾ ആ പടങ്ങൾ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാതെ ഒരിക്കലും ഞാൻ തമിഴ് സിനിമ കണ്ടു തുടങ്ങിയാണ് സൂര്യ കാരണമാണ്. അപ്പൊ ആ സൂര്യക്ക് വേണ്ടി സൂര്യയുടെ ഏത് പടം ഇറങ്ങുമ്പോൾ കങ്കുവ പോലും ഇറങ്ങുമ്പോൾ നമ്മൾ റിവ്യൂ എടുത്ത് നോക്കും, അല്ലാണെങ്കിൽ ഉടനെ തിയേറ്ററിൽ പോകും. ഇന്നലെ ഈ പടത്തിന്റെ റിവ്യൂ വന്നു തുടങ്ങിയപ്പോൾ ഒട്ടുമിക്ക ആൾക്കാരും കുഴപ്പമില്ല, അബവ് ആവറേജ്, ചില ആൾക്കാർ നല്ല റിവ്യൂ ഒക്കെ പറഞ്ഞു തുടങ്ങി. അപ്പൊ ചെറിയൊരു പ്രതീക്ഷ വന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ സൂര്യാസ് ബാക്ക് എന്നൊക്കെ പറഞ്ഞ് സോഷ്യൽ മീഡിയയിലും ഇന്റർനെറ്റിലൊക്കെ ഭയങ്കര കത്തിക്കലായിരുന്നു ആൾക്കാർ. അപ്പോഴാണ് ഞാൻ ഈ പടത്തിന് പോകാമെന്ന് വിചാരിച്ചത്. ടിക്കറ്റ് എടുത്തു കഴിഞ്ഞപ്പോൾ നമ്മുടെ അശ്വന്ത് കോക്കിന്റെ റിവ്യൂ വന്നു. അതിനകത്ത് അണ്ണൻ സാധാരണ പറയുന്ന പോലെ തന്നെ സൂര്യക്ക് വയ്യ, പടം പോക്കാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ എനിക്ക് ചെറിയൊരു പ്രതീക്ഷക്കുറവ് ഉണ്ടായിരുന്നെങ്കിലും ഞാൻ പടത്തിന് രാത്രിയിലത്തെ ഷോന് പോയി പടം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായ സംഭവം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ചില ആൾക്കാർക്ക് വർക്കാവും, ചില ആൾക്കാർക്ക് വർക്കാവില്ല എന്ന് സിമ്പിളായിട്ട് പറയാം. പക്ഷെ ഈ ചില ആൾക്കാർ ഇപ്പൊ പുഷ്പ 2 കണ്ടിട്ട് പറയാം പുഷ്പ 2 കൂറ പടമാണ്. പക്ഷെ പുഷ്പ 2 1800 കോടി ഓൾ ഓവർ ഇന്ത്യ കളക്ഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചിലപ്പോൾ നമ്മുടെ ഒരു സെൻസിബിലിറ്റിക്ക് ഈ സാധനം വർക്ക് ആവില്ല, പക്ഷെ അപ്പുറത്തുള്ള ചില ആൾക്കാരുടെ സെൻസിബിലിറ്റിക്ക് ഈ സാധനം നല്ല രീതിയിൽ വർക്ക് ആവും. അങ്ങനെ എടുത്തു വെച്ചൊരു പടമാണ് പുഷ്പ 2. അതുകൊണ്ടാണ് ഈ പടത്തിന്റെ കാര്യം വന്നിട്ട് ഞാൻ പുഷ്പ 2ന്റെ പേര് പറയാൻ കാരണം ഈ പടത്തിന്റെ സെൻസിബിലിറ്റി സാധാരണ മലയാളികൾക്ക് വർക്കാവുന്ന എനിക്ക് തോന്നുന്നില്ല. ഫാമിലി ഓഡിയൻസിന് എന്തായാലും വർക്കാവുന്ന എനിക്ക് തോന്നുന്നില്ല. കേരളത്തിൽ സ്ത്രീകളുണ്ട് ഒരുപാട് പേര് സൂര്യ ഫാൻസ് ആയിട്ടുള്ള, അവർക്ക് സൂര്യയുടെ റൊമാൻറ്റിക്കും ജെന്റിൽമാൻ ഇമേജ് ഒക്കെ ഉള്ള ആ ഒരു ക്യാരക്ടേഴ്സിനെയാണ് ഇഷ്ടം. അതുകൊണ്ട് അവർക്കും ഈ പടം വർക്കാവുന്ന എനിക്ക് തോന്നുന്നില്ല. മലയാളികൾക്കോ കേരളത്തിലുള്ള ആൾക്കാർക്ക് ഇത് വർക്കാൻ പോകുന്ന സൂര്യ ഫാൻസിനാണ് മെയിൻലി. പിന്നെ വിജയുടെ പഴയ മാസ് മസാല പടങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന വിജയ് ഫാൻസിന് ഇത് ചിലപ്പോൾ ഇഷ്ടപ്പെടും. കാരണം സൂര്യ വിജയുടെ പഴയ ഫോർമാറ്റ് ടെംപ്ലേറ്റ് പടമാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. ഇതിനകത്ത് ഈ കാന്താര പോലത്തെ സൂര്യ ദൈവമായിട്ടാണ് പ്രത്യക്ഷപ്പെടുന്നത്. അപ്പൊ നമുക്ക് അതിലേക്ക് ഇന്നാവുകയാണെങ്കിൽ, അത് നമ്മൾ ബിലീവ് ചെയ്യാൻ റെഡി ആണെങ്കിൽ നമുക്ക് ഈ പടം വർക്കാവും. അതുകൊണ്ട് തന്നെ എനിക്കൊന്ന് ഈ പടം തമിഴ്നാട്ടിൽ വർക്കാവും. വിജയ് ഇപ്പൊ മുഖ്യമന്ത്രിയായി പോയ സ്ഥിതിക്ക് സൂര്യ ഇങ്ങനെ ഒരു പടം, രക്ഷകൻ എന്നുള്ള പോലത്തെ ഒരു ഫോർമാറ്റിലുള്ള ഒരു പടം, അതും കൂടാതെ ദൈവമായിട്ട് വരുമ്പോൾ ഈ പടം നല്ല രീതിയിൽ തമിഴ്മാർക്കും തമിഴ്നാട്ടിലും വർക്കാവുന്നതാണ് എനിക്ക് തോന്നുന്നത്. കറുപ്പില് എനിക്ക് ഇഷ്ടപ്പെട്ട സംഭവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പടം ബോറടിക്കത്തൊന്നുമില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ കുറച്ച് ഓവർ ദ ടോപ്പ് ആണ്. ഈ ഓവർ ദ ടോപ്പിൽ ഏറ്റവും രസമുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ സായിയുടെ മ്യൂസിക്കാണ്. പൊള്ളി മ്യൂസിക്കാണ്. തിയേറ്ററിൽ ആ പടം മ്യൂസിക്കും അതിലെ വിഷ്വൽസ് ഒക്കെ കൂടെ സൂര്യ അഴിഞ്ഞാടുന്ന കാണാൻ അതൊരു പ്രത്യേക ഒരു വൈബാണ്. അണ്ണന്റെ കമ്പാക്ക് ചിലപ്പോൾ തമിഴ്നാട്ടിൽ ഇക്കോലം ഉണ്ടാവും, പക്ഷെ അണ്ണന്റെ കമ്പാക്ക് കേരളത്തിൽ ഇക്കോലം ഉണ്ടോ എന്നുള്ളത് എനിക്ക് ഇത്തിരി ഡൗട്ടാണ്.